പരാതി വരുന്ന സമയത്തെ താങ്കൾ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്യുന്നത് കൃത്യമല്ല, വ്യക്തമാവുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അത്. അത് ഞങ്ങൾക്ക് അറിയാം, ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ വനിതാ പോലീസ് പിടിച്ച് നിൽക്കുന്നില്ല. എന്റെ വനിതാ പോലീസ് ഒരു യൂട്രസ് റിമൂവർ ഒരു ലേഡിയാണ്. അവരെല്ലാം അവശരായി പോയി. ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ്. ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല, ഒരു പ്രിവെന്റ് ചെയ്യാന്നുള്ളത് ചെയ്യേണ്ടത്. അവരുടെ നമുക്ക് എന്ത് ദേഷ്യമുള്ളത്, എന്ത് വിരോധമുള്ളത്? ഒരു വിരോധമില്ല. ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉള്ളതല്ലോ. അവരിത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവർ തള്ളി തുറന്നല്ലേ, അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം സ്റ്റേഷനകത്ത് വന്ന് കയറി ഇത്ര അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത്. മറ്റു നടപടികൾ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ. അവർ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യം ചെയ്തോളൂ. പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ പറ്റി ഇതല്ലേ. അല്ല അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ളത്, സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത്? അങ്ങനെ ആർക്കും താല്പര്യമുണ്ടോ? ഇതില് അവര് ശരിക്കും നമ്മൾ ആ തള്ളി തുറന്ന് കയറി വന്നിട്ട് അവരവിടെ കിടന്ന ഡോറിനൊക്കെ വലിച്ച് പൊട്ടിച്ചു. അതിന് ആരും ഈ പ്രീവിയസ് ആൻഡ് സബ്സിക്വന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ വിഷ്വൽസ് ഉണ്ട്, അതൊന്നും ആരും കാണിക്കുന്നില്ല. അപ്പൊ അവര് ഡോറിനൊക്കെ തള്ളി തുറന്ന് പൊട്ടിക്കുകയും ചെയ്തു. ആ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറുകയും ആ പ്രതിയെ രക്ഷിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതിനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഞാനല്ല അന്വേഷിച്ചത്, അത് വേറൊരു ഏജൻസിയാണ് അന്വേഷിച്ച് അത് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചാർജ് കൊടുത്തതിന് ശേഷമാണ് അവർ എനിക്കെതിരെ CMB ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് CMB ഇപ്പോൾ കോടതിയിൽ പെൻഡിംഗ് ആണ്. അവർ മറ്റു നടപടികൾക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു, എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു പരാതി, ഒരു സ്വിഗ്ഗി ജീവനക്കാരന്റെ പരാതി ഉണ്ടായിരുന്നല്ലോ, ആ കാരണമായിട്ട് മർദ്ദിച്ചു. ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ 2023 ഇത്തരത്തിലൊരു കാരണമായി മർദ്ദിച്ചു. അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അയാൾ ഒരു പരാതിയും അന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് അത് രാഷ്ട്രീയമായിട്ട് എടുത്താണ്. ആ സമയത്ത് എന്ത് പരാതി കൊടുത്ത ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതിനുശേഷം സ്റ്റേഷനിൽ ഇറങ്ങി കേസിൽ നിന്നൊക്കെ ഊരി വളരെ ഇതായിട്ട് പോയതിനു ശേഷം ഉണ്ടാക്കിയ സംഭവം അതിപ്പം പറയേണ്ട കാര്യമില്ല. ഇന്നലെ ഇയാളെ സസ്പെൻഡ് ചെയ്തു, പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. അത് മതിയോ? അയാളുടെ ന്യായീകരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും പുള്ളി ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഒരു നീതി വരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ പുള്ളി വീണ്ടും നമ്മളെന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരിൽ ഞാനൊരു വലിയ ക്രിമിനലാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാത്തിനും ഒരു തീരുമാനം വരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരുള്ള കേസുകൾ പോലീസ് അന്വേഷിക്കട്ടെ, നിങ്ങളും അന്വേഷിക്കുക. കൊറോണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നമുക്ക് എല്ലാവർക്കും കൊറോണ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്രൈമിൻ്റെ ഇതാണ് ഒരു കൊറോണ ഇത് വന്നിട്ടുള്ളത് ഒരു കേസ്. പിന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ബ്രഹ്മപുരം കത്തിയ സമയത്ത് ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ളതിന്റെ കേസാണ് രണ്ടാമത്തെ കേസ്. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ് ഒരു യുവതിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പുള്ളിക്കാരനാണ് എന്നെ അതിലന്ന് പെടുത്തി കളഞ്ഞത്. അപ്പോൾ ഞാൻ പ്രതിയാണെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞാൽ പറ്റില്ലോ. എനിക്ക് കോടതിയിൽ എൻ്റെ അടുത്ത് പറയേണ്ടത്. ഞാനൊരു ക്രിമിനലാണെന്ന് എൻ്റെ അടുത്ത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കും. അതിനുള്ള തെളിവാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ വരുന്നത് തൊട്ട് പോകുന്നോടം വരെയുള്ളത് പ്രൂഫുണ്ട് നമ്മുടെ കയ്യിൽ.